ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള ഞായറാഴ്ച നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിനും പൂര ദിവസവും ബുധനാഴ്ച പുലർച്ചെയും നടത്തുന്ന വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. ഏറെക്കാലമായി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. ADM ആണ് വെടിക്കെട്ടിന് അനുമതി നൽകിയിട്ടുള്ളത്. സാമ്പിൾ ദിവസം വൈകിട്ട് എങ്കക്കാട് വിഭാഗവും പൂരം ദിവസം വൈകിട്ട് 5-ന് വടക്കാഞ്ചേരി ദേശവും ബുധനാഴ്ച പുലർച്ചെ കുമരനെല്ലൂർ വിഭാഗവുമാണ് വെടിക്കെട്ടിന് തിരികൊളുത്തുക. വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ പൂരം വർണ്ണാഭമാകുമെന്ന് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ പറഞ്ഞു. നമസ്കാരം. നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് ഉത്രാളിക്കാവ് പൂരം വേല കമ്മിറ്റിക്കാരും അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പറവൂർപ്പാട് വെടിക്കെട്ടിന് നമ്മൾ 5 മണിക്ക് ശേഷമാണ്, അതായത് 17-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടിയത്. എന്നാലും നമുക്ക് ദൈവത്തിൻ്റെ എല്ലാവരുടെയും സഹായം കൊണ്ട്, ഭഗവതിയുടെ സഹായം കൊണ്ട് നമുക്ക് വെടിക്കെട്ട് നടത്താൻ സാധിച്ചു. അതിന് പ്രത്യേകം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിനോടും അതുപോലെ നമ്മുടെ തഹസിൽദാരോടും അതുപോലെ MLA യോടൊക്കെ പ്രത്യേകം കോർഡിനേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലും വലിയൊരു സന്തോഷം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് 22-ാം തീയതി ഞായറാഴ്ചയാണ് സാമ്പിൾ വെടിക്കെട്ട്. അന്ന് തന്നെ സംയുക്ത ആൽത്തറ മേളമുണ്ട്. അതായത് കുപ്പളങ്ങോട് പരമേശ്വരൻ മഹാരാജ് നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാരാണ് ആൽത്തറ മേളത്തിന് പങ്കെടുക്കുന്നത്. അതും 3 ദേശക്കാരും കൂടിയിട്ട് ഒരുമിച്ചാണ് അത് ചടങ്ങ് നടത്തുന്നത്. അപ്പം അന്നാണ് എങ്കക്കാട് ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട്. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിനും നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഡയറക്റ്റ് നമുക്ക് അനുമതി തരുന്നത്. അതിന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥന്മാരോടും പ്രത്യേകിച്ച് ADM അതുപോലെ തന്നെ ഹരി, അവിടുത്തെ ക്ലർക്ക് ഹരി, മറ്റ് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വില്ലേജ് ഓഫീസർ തൊട്ടിട്ട് നമ്മുടെ തഹസിൽദാർ വരെയുള്ള ആളുകളുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്രാവശ്യം നമുക്ക് സാമ്പിൾ വെടിക്കെട്ടിന് അനുമതി നേരിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പൂരം വെടിക്കെട്ടുകൾ, അതായത് 24-ാം തീയതി പൂരം ദിവസം വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പകൽ വെടിക്കെട്ടാണ് അവർക്ക്. അത് നമ്മളുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മളൊരു 5 മണിക്ക് തൊട്ട് ഒരു 5:15-നുള്ളിൽ വെടിക്കെട്ട് നടത്തി അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ കൂടാണ്. അപ്പോൾ അതിനും നമുക്ക് ജില്ലാ ഭരണകൂടം അനുമതി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 25-ാം തീയതി പുലർച്ചെ കുമരനെല്ലൂർ ദേശത്തിൻ്റെ വെടിക്കെട്ടാണ്. അതിനും നമുക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് എങ്കക്കാട് ദേശത്തിന് ഒരു ഈട് വെടിക്കെട്ട്, അതായത് പൂരം കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒരു ഭഗവതിക്ക് ഒരു സമർപ്പിക്കുന്ന ഒരു വെടിക്കെട്ടിന് കൂടിയും അനുമതി നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൂരം എല്ലാവരും, ഉത്രാളിക്കാവ് പൂരം ജില്ല മൊത്തം എല്ലാവരും അത് നെഞ്ചിലേറ്റിയിട്ടുള്ള പൂരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ദേശത്തിൻ്റെയും അവരുടേതായ കുറേ കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കക്കാടിൻ്റെ ആണെങ്കിലും കുമരനെല്ലൂരിൻ്റെയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ പൂരത്തിൻ്റെ ദിവസങ്ങളാണ്. ഇനി ഇപ്പോൾ എക്സിബിഷനാണെങ്കിൽ അവിടെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ ആഘോഷത്തിൻ്റെ ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭയും പുതിയ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ മുതലായിട്ടുള്ള ആളുകളും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി ആണെങ്കിലും അതുപോലെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും PWD ആണെങ്കിലും റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാവരുടെയും സഹകരണമുണ്ട്. പ്രത്യേകിച്ച് അതിലും ഉപരി പത്രമാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രത്യേക കൂട്ടായ്മ തന്നെ ഉത്രാളിക്കാവ് പൂരത്തിന് ഫോം ചെയ്തിട്ടുണ്ട്. അവർ ഇത് ഇവിടെ നടക്കുന്ന വിവരങ്ങൾ അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രമാധ്യമ പ്രവർത്തകർ. പിന്നെ മർച്ചൻ്റ് അസോസിയേഷൻ, അങ്ങനെ എക്സുകാരെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അവരുടെ സേവനം വളരെ ഭംഗിയായിട്ടുള്ള സേവനം തന്നെയാണ്. പൂരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അവരോടും എല്ലാവർക്കും ഉള്ള ഒരു കൂട്ടായ്മയാണ് ഉത്രാളിക്കാവ് പൂരം. പ്രത്യേകിച്ച് ഈ 3 ദേശത്തെ എല്ലാ ആളുകളോടും സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ പൂരാശംസകളും നേരുന്നു. എല്ലാവരും പൂരം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 24-ാം ഉത്രാളികളിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു.
ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 132148.